അസ്സലാമു അലൈക്കും മുത്തുമണീസ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കണേ. രാവിലത്തെ നമ്മൾ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കണേ. അപ്പം ഉമ്മച്ചി ഇന്നലെ തന്നെ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കറി സെറ്റാക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ചെറുപയർ കറി ഇപ്പം നിങ്ങൾക്ക് വെക്കാൻ അറിയാമല്ലോ. ഇതിൽ ഉമ്മച്ചി എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ചിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ മുളക് പൊടി അങ്ങനെ ഇടൂല, അതിന് പകരം പച്ചമുളക് ഇടും. പിന്നെ മസാലപ്പൊടികളിൽ നമ്മൾ ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ഇടും. ഇതാണ് ഉമ്മച്ചിൻ്റെ സ്റ്റൈൽ, ഇങ്ങനെയാണ്. പിന്നെ അതിൽ കൂടി നമ്മൾ ഒരു മല്ലിയില പോലത്തെ ഒരു ഇല ഉണ്ട്, അതും ഇടും. അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ, ഞാനല്ല ഉമ്മച്ചി അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിത് ഇളക്കണവും പിടിച്ചണമൊക്കെ ഉണ്ട്. പക്ഷേ സത്യാവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ രാവിലെ നീറ്റ് വന്നിരിക്കണത്, കറി ഉണ്ടാക്കാനും ഇതിനും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടൈമിലൊക്കെ ഞാൻ കടന്നുറങ്ങിയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഉണ്ടോ, അതായത് ഇപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ വരുമ്പോഴല്ലേ ഒരു നേരം ഇരിക്കാനും ഇതാക്കാനൊക്കെ പറ്റുള്ളൂ. അത് എഴുതിയിട്ട് എപ്പോഴും പണികൾക്ക് കൂടി കൊടുക്കാതിരിക്കല്ല. ഐ മീൻ രാവിലെ നീച്ച് വരാൻ ഒരു മടിയാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് വണ്ടി സ്റ്റാർട്ടാവും. പക്ഷെ രാവിലെ ഇങ്ങോട്ട് നേരത്തെ നീച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര കുറവാണ്. ഇപ്പം നിങ്ങളോട് അറിയാം, ഇപ്പം നമ്മൾ ബസ്സിലൊക്കെയാണ് പോയിരുന്നെങ്കിൽ നമ്മുടെ തായക്കോട് പഞ്ചായത്തിലെത്തുമ്പോൾ തന്നെ ആകെപ്പാടെ ഒരു ക്ഷീണവും കുഴപ്പവും ഒരു തളർച്ചയ്ക്കും ഇങ്ങനെ വരുന്നതാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്താണ് അനുഭവപ്പെട്ടുക്കണോന്നറിയില്ല, എനിക്കങ്ങനെയാണ്. ഇവിടുന്ന് ഉണ്ട് അലനല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന് തായക്കോട് പഞ്ചായത്തിലെത്തിക്കഴിഞ്ഞാൽ അറിയില്ല എവിടുന്നാ ഉറക്കം വരുന്നതെന്നും പിന്നെ അതേപോലെ ക്ഷീണം കുഴക്കമൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റൂല. ആകെപ്പാടെ ഒരു മാതിരിയാക്കാരം ചെല്ലലും കടക്കലും കഴിയും. നമ്മളെ കറിയൊക്കെ അവിടെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് അത് വേവിച്ചാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കറൊക്കെ കൂക്കി അത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ അരപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാർന്നു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ കറിക്ക് വറവൊന്നും ഇടൂല, കാരണം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിങ്ങാണ്ടാണല്ലോ ഉണ്ടാക്കിക്കണേ. അപ്പോൾ അതിനി വറവ് ഇടലില്ല, അങ്ങനെയാണ്. അതിന് ശേഷം പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും അവിടെ കൂടിയിട്ട് മിറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കാരണം വെച്ചാൽ ഒരുപാട് മിറ്റുണ്ടായതുകൊണ്ട് രണ്ടാളാവുമ്പോൾ പെട്ടെന്ന് പരിപാടികൾ കഴിയുമല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും പാടെ കൂടിയാവുമ്പോൾ ഓരോരോ പരിപാടികൾ അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പണികളും കഴിയും. ഒരാൾ ഒന്നെടുത്താൽ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണികൾ ഇങ്ങനെ കൊടുക്കും രാവിലെ തന്നെ. ഇന്നത് ഇന്നയാളെടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. പിന്നെന്താ, അതിന് ശേഷം പിന്നെ ചെടി നനക്കാണ്ടായിരുന്നു. ഉമ്മച്ചിൻ്റെ ചെറിയൊരു ഗാർഡനാണിത്. അപ്പോൾ ഒലിക്കില്ല വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഉമ്മച്ചിൻ്റെ അടുത്ത്. ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളും ഉണ്ടായില്ലേ. എൻ്റെ വീട്ടിലാണെങ്കിൽ നിറയെ ചെടികളുണ്ടായിരുന്നു, ഒക്കെ നശിച്ചു പോയി ഇപ്പോൾ. അപ്പോൾ ഉമ്മച്ചിൻ്റെ അടുത്ത് ഞാൻ കൊടുത്തതായിരുന്നു ആ ഒരു ചട്ടിയിലുള്ള ചെടികളൊക്കെ ഞാൻ കൊടുത്തതായിരുന്നു. അപ്പോൾ അതൊക്കെ നശിക്കാതെ അങ്ങനെ ഉമ്മച്ചി നോക്കി അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു ചെറിയ രാവിലക്കത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് പുതിയ കണ്ടൻറ്റുകളായിട്ടും ഞാൻ വീണ്ടും വരുന്നുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ
അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നാളെ വരണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.